ആ ജൂണേ പുള്ളിക്കാരി അങ്ങനെ ചോദിച്ചു. ഒരു വിധത്തിലാണ് ഞാൻ ഒന്നും രണ്ടും പറഞ്ഞ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടത്. പുള്ളിക്കാരി എന്തെങ്കിലുമൊക്കെ ചോദിച്ചോട്ടെ ജിമ്മി, ഒന്നുമില്ലല്ലോ അമ്മായിയല്ലേ. എന്നോട്ട് ജൂൺ ഇങ്ങനെയൊക്കെ തുടങ്ങിയത്? അമ്മായി അല്ലേ പോലും. അത് പിന്നെ കൊള്ളാട്ടോ ജൂണേട്ടാ നിങ്ങള്. പുള്ളിക്കാരി പണ്ട് തൊട്ടേ എനിക്ക് പാര പണിയാനേ നോക്കിയിട്ടുള്ളൂ. ഓർമ്മയുണ്ട നമ്മുടെ കല്യാണക്കാര്യം? അത് വീട്ടിൽ വിളിച്ച് പറഞ്ഞ് മുടക്കാൻ എന്തോരം പാടുപെട്ടായിരുന്നു പുള്ളിക്കാരി. എന്നിട്ടോ സ്വന്തം മോൾ ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയപ്പോ ഇതൊക്കെ ദൈവനിശ്ചയല്ലേ പോലും. ഓർക്കുമ്പോ തന്നെ എനിക്ക് ഒരെണ്ണം കൊടുക്കാൻ തോന്നുന്നുണ്ട്. എന്റെ ജിന്നിപ്പെണ്ണെ, നീ ഒന്ന് കാം ഡൗൺ ആയിക്കേ. എനിക്ക് നല്ല കലി വരുന്നുണ്ട്. ഇപ്പൊ താണ്ട് ജാക്സനും ജനറ്റിനും പുറകെയാ. കുഞ്ഞിക്കാലായില്ലേന്ന് ചോദിച്ച്. ഈ ചോദിക്കുമ്പോ എടുത്ത് കാണിക്കുന്ന കുഞ്ഞിക്കാല എന്നാ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുവാണോ? എന്റെ ചിന്നി, നീ ഇങ്ങ് വന്നേ. നീ ദേഷ്യപ്പെടുമ്പോ എന്ത് സുന്ദരിയാന്നറിയ നിന്നെ കാണാൻ. ഇതെവിടുന്ന് ഈ പട്ടി മൂങ്ങുന്ന ശബ്ദം? നീയായിരുന്നു ജാക്സ? നീ എന്നെ ഈ കടന്ന് പട്ടി മൂങ്ങുന്ന പോലെ മൂങ്ങുന്നേ? തോറ്റുപോയി ജനറ്റെ, തോറ്റുപോയി. എല്ലാം തീർന്നു. തോറ്റെന്നോ? ആര് തോറ്റ്? എന്നെ തേങ്ങയാ നീ പറയുന്നേ? മാടപ്രാവ് സീരിയലിലെ ശീതള് ഒരു IPS ഓഫീസർ ആവണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം. പക്ഷേ 10ാം ക്ലാസ്സിൽ തന്നെ അവള് തോറ്റുപോയി. ഇത് ഞാൻ എങ്ങനെ സഹിക്കും? എന്റെ പൊന്നു ജാക്സ, എന്താ നീ ഇങ്ങനെ? ഇതിനൊക്കെ ആരെങ്കിലും ഇരുന്ന് കരയോ? ഞാനല്ലാതെ പിന്നെ ആരെന്റെ ശീതളിന് വേണ്ടി കരയും? ഹോ, ഇങ്ങനൊരു മണകൊണാഞ്ച്. അന്നേ നിന്റെ അമ്മച്ചി എന്നോട് പറഞ്ഞതാ, എന്റെ മോനെ കെട്ടല്ലേ, അവനൊരു മണ്ടനാന്ന്. ആ തള്ള അങ്ങനെ പറഞ്ഞോ? അതല്ല, അതിനപ്പുറം പറഞ്ഞു. എന്നിട്ടും ജെന്നിച്ചിനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ കെട്ടിയത്. What did you just say? അപ്പൊ നീ ലെബനീസ് അല്ലേ? കപ്പലിലാണേ ആ പങ്കായക്കാരി, കുപ്പായം പൊക്കി ഞാനൊന്നു നോക്കി. ആഹാ, എന്നിട്ട് അയ്യേ, എന്ത് വൃത്തിയോടാടാ കാണിച്ചേ? കാണിച്ചില്ലല്ലോ, കാണിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. അയ്യേ, എനിക്കൊന്നും കാണണ്ട. പക്ഷേ നമുക്കൊന്ന് കുളിക്കാൻ പോയാലോ? എന്തിന്? വേണ്ട, ഞാൻ കുളിച്ചതാ. എന്നാലും ഒന്നുകൂടി നമുക്ക് കുളിക്കാം. അയ്യേ, പോട വിട്ടിട്ടേ. നിനക്ക് അച്ഛനും ആങ്ങളമാരൊന്നുമില്ലേ? ഓ, വേണ്ടെങ്കിൽ വേണ്ട, ഞാനും വെക്കും പെട്ടെന്ന് കുളിച്ചിട്ട് വരാം. ഇങ്ങടുത്ത് വചനെ കെട്ടിപ്പൊടിടാ കണ്ടാലേ കണ്ടപടി. ഈ അഴുക്ക് പിള്ളേര്. ഇവിടെ ഒന്നും ആരെയും കാണാനില്ലല്ലോ. ഇനി ഇവരെ വീട്ടിലില്ലേ? എന്തായാലും വന്നല്ലേ, വെയിറ്റ് ചെയ്യാം. പേടിക്കണ്ട, പാമ്പല്ല, ഞാനാ. മനുഷ്യനെ പേടിപ്പിച്ച് കൊല്ലാൻ നോക്കുന്നോടെ കൊച്ചേർക്ക. ആഹാ, എന്റെ വീടിന് മുമ്പിൽ വന്നിട്ട് എന്നോട് ദേഷ്യപ്പെടുന്നോ? നിന്റെ വീടോ? അതിന് നീ ഏതാ? നിന്റെ പേരെന്നാ? ഞാൻ എനൻ സുജോ. അപ്പന്റെ പേരെന്നാ പറഞ്ഞത്? സുജോ വർഗീസ് പ്ലാപ്പഴമ്പ്. അയ്യോ, സുജോ ചായന്റെ മോനായിരുന്നോ? ഓ, കണ്ടപ്പോഴേ ഞാൻ മനസ്സിലാക്കണമായിരുന്നു. അതേ ഐശ്വര്യമുള്ള നല്ല ഹാൻസം ഫേസ്. എനിക്ക് പിറക്കാതെ പോയ എന്റെ മോനെ, നീങ്ക വന്നേ, ഞാൻ ചോദിക്കട്ടെ. ഒരു സാധനം ഒരു സ്ഥലത്ത് വെച്ച പിന്നെ കാണാൻ കിട്ടത്തില്ല. എവിടെ എന്റെ തുമ്പ? ഇതാരും ഇവിടെ കൊണ്ടുവച്ചേ? വെട്ടി. ഈ പിശാചൻ ഈ നേരത്ത് ഇവിടെ? ഈ കുരുത്തം കെട്ടവൾ എന്തിനാ എന്നെ വായി നോക്കി നിൽക്കുന്നേ? കുറച്ച് വെള്ളം എടുത്ത് തുപ്പിയാലോ? ഭയങ്കര കാര്യമായ പരിപാടിയിലാന്ന് തോന്നുന്നു. അതെ, ഒരു ശവത്തിന് ആരും അറിയാതെ എങ്ങനെ കുഴിച്ചു മൂടാമെന്നുള്ള ചിന്തയിലാണ് ഞാൻ. നിങ്ങളുടെ നാട്ടിലെ ബനാന പീലിനെ ശവം എന്നാണോ പറയാറ്? ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഞങ്ങൾ അങ്ങനെയും പറയാറുണ്ട്. അതെ കുക്കി, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിനക്ക് എന്നോട് എന്താ ഇത്ര പ്രശ്നം? നീ എന്റെ ബനാന മിൽക്ക് എടുത്ത് കുടിച്ചതാണ് എന്റെ പ്രശ്നം. അതൊന്നും അല്ല, ഞാൻ വന്ന് അന്നോട്ട് തുടങ്ങിയത് നിന്റെ പ്രശ്നം. ഇതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പറ, എന്താ നിന്റെ പ്രശ്നം? എനിക്കിങ്ങനെ പ്രശ്നം കുറേ കാണും, പക്ഷെ എനിക്കിപ്പോ പറയാൻ ഉദ്ദേശമില്ല. എന്താ മാഷ ഇങ്ങനെ? ഓക്കെ, പറയണ്ട, ലെറ്റ്സ് ബി ഫ്രണ്ട്സ്. അയ്യോടി മോളെ, എനിക്ക് നിന്റെ കൂട്ടും വേണ്ട, നിന്റെ ഒരു സഹായവും വേണ്ട. അല്ലെങ്കിൽ സഹായിക്കാനുള്ള ഉദ്ദേശമൊന്നും എനിക്കില്ല. എന്നാ പിന്നെ എന്നെ വായി നോക്കി നിൽക്കാതെ അങ്ങോട്ട് രാജകുമാരി ചെന്നാട്ടെ. യു ജസ്റ്റ് കോൾഡ് മീ പ്രിൻസസ്. കേൾക്കാനൊരു സുഖമൊക്കെ ഉണ്ട്. ഇപ്പൊ എന്നെ വീണ്ടും തുടങ്ങി. പോ, എനിക്ക് കുറെ പണിയുണ്ട്. പഴത്തൊലി നട്ട് ബനാന ഉണ്ടാക്കാനല്ലേ? ഇതൊന്നും നടക്കില്ല മണ്ട. നടക്കൂലോ? നമച്ചപ്പടിക്കുന്ന കിച്ചു ചേട്ടൻ അങ്ങനെ പറഞ്ഞേ. അങ്ങനെ എന്നെ തോപ്പിക്കാൻ പറ്റുമെന്ന് വിചാരിക്കണ്ട. ഞാൻ നടാൻ പോവാ. അയ്യോ,
അഴുത്തല് കണ്ടില്ല. ഇറ്റ്സ് ഓക്കെ. ആഹാ, നല്ല പരിചയമുള്ള യോഗിച്ചന്റെ ഫോണിന്റെ റിംഗ് ടോൺ. എന്നിട്ടൊന്നും അങ്ങനെ ഫോൺ എടുക്കാത്തെ? എടാ നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് സംസാരിച്ചുകൊണ്ട് റൂമിൽ കയറി വരുതെന്ന്. മനുഷ്യന്റെ ഉറക്കം കളയാൻ. ഹേയ് മിസ്റ്റർ, ഞാൻ തന്റെ ഉറക്കം കളയാൻ വന്നതല്ല. തങ്ങളുടെ ഫോൺ അടിക്കുന്ന കേട്ടു, അതുകൊണ്ട് വന്നതാ. ഫോണോ? എന്റെയോ? എപ്പോ? ഞാൻ കേട്ടില്ലല്ലോ. ഹൈ, ഈ ശുമ്മൻ ഫോണിന്റെ റിംഗ് ടോൺ കേട്ടില്ലത്രേ. പക്ഷെ എന്റെ സംസാരം കേട്ടിട്ട് ഉറക്കം പോയി അത്ര. ഓഹ്, ഇനി പതിപ്പിടിച്ച് തൂങ്ങണ്ട. ഞാൻ കേൾക്കാത്തോണ്ടാ, സോറി. ഹാ, അങ്ങനെ വഴിക്ക് വരിക. എന്താണ് മോനെ യോങ്കി, ഈയിടെ കുറേ നേരം ഫോണിൽ സമയം കളയുന്ന ഞാൻ കാണുന്നുണ്ട്. എന്താ മോനെ, ലവാ? ലവും കിവൊന്നുമില്ല. നീ അങ്ങോട്ട് ചെല്ലാൻ നോക്ക്, ഞാൻ വന്നോളാം. ഓക്കേ ഓക്കേ, ഞാൻ സ്വർഗത്തിന്റെ ഇടയിൽ കെട്ടൊന്നും പാവുന്നില്ല. യു ഗൈസ് ക്യാരി ഓൺ. ഓ, ഈ ചെറുക്കനെ കൊണ്ട്. അല്ല, ഈ നേരത്തെ ഇതാരാ? ഓ, ഇവളായിരുന്നോ? ഹലോ, എന്തിനാ വിളിച്ചേ? ജാക്സ, നീ കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. ഞാൻ കൂടും കുറയും, പക്ഷെ ആരെയും ഞാൻ ചതിക്കൂല. ഇവൻ ഇതെന്തോന്ന്? ജനറ്റെ, എൻ്റെ ചേച്ചി ജിന്നിയെ നിനക്ക് ഇഷ്ടമെങ്കിൽ നിനക്കത് എന്നോട് നേരത്തെ പറയാമായിരുന്നു. ജാക്സ, ഞാനൊന്ന് പറയട്ടെ? വേണ്ട ജനറ്റെ, എനിക്കെല്ലാം മനസ്സിലായി. ഇപ്പോൾ രേവതിക്കുട്ടിയുടെ ജീവിതത്തെക്കാൾ സങ്കടകരമായ ജീവിതമാണ് എൻ്റേത്. അക്കരത്തെ വീട് സീരിയലിലെ അർജുൻ്റെ ജീവിതത്തെക്കാൾ കാഠിന്യമുള്ളതാണ് എൻ്റെ ജീവിതം. ജാക്സ, ഇനി സീരിയസ് കാര്യം പറയുമ്പോൾ സീരിയൽ അതിൻ്റെ ഇടയ്ക്ക് കുത്തിക്കേറ്റാൽ ഞാൻ എൻ്റെ വീട്ടിൽ പോകും. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. എന്നാ ഞാൻ പറയുന്നത് സീരിയസ് ആയിട്ട് കേൾക്ക. ആ ഓക്കെ. എനിക്ക് കുറച്ച് ദിവസമായിട്ടൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. അതെനിക്കും തോന്നുന്നില്ല. ചാച്ചൻ്റെ കുക്കിംഗ് ഇപ്പോൾ പണ്ടത്തെ ടേസ്റ്റ് ഒന്നും ഇല്ല. അതല്ല, അമ്മച്ചി പറഞ്ഞു അതിന് ശരീരം എനക്കുണ്ടെന്ന്. ആഹാ, അങ്ങനെ പറഞ്ഞോ തള്ള? എന്നാൽ നമുക്ക് നാളെ തന്നെ ജിമ്മി ജോയിൻ ചെയ്യാം. എന്റെ പൊന്നെ ജാക്സ, എനിക്ക് നല്ല പുളിയുള്ള മാങ്ങയൊക്കെ കഴിക്കാൻ തോന്നുന്നുണ്ട്. വഴി ഉണ്ടാക്കാം. ഞാനൊരു 5 മാങ്ങ മേടിക്കാം. അതിൽ 2 നിനക്ക് ഞാൻ തരും, 3 ഞാൻ അച്ചാറിടാൻ എടുക്കും. പിന്നെ അച്ചാർ ചോദിച്ചൊന്നും വരണ്ട, ഞാൻ തരില്ല. ഹോ, മതിയായി ജാക്സ, എൻ്റെ ഒരു വിധി. നീ പോയി അച്ചാറിടുവോ തിന്നോ എന്തോ വേണേ കാണിക്കേ. ഞാൻ എൻ്റെ വീട്ടിൽ പോണു. ബട്ട് വൈ? എന്താ ജാക്സൺ ഇങ്ങനെ? മാങ്ങയും മാങ്ങച്ചാറും പുതിയ വിപ്ലവത്തിന് തുടക്കം കുറിക്കുകയാണോ? ജാക്സന് ബുദ്ധി ഇല്ലേ, അതോ ഇല്ലാത്തതായി അഭിനയിക്കുകയാണോ? ജനറ്റ് ജാക്സൺ ദമ്പതികളുടെ ദാമ്പത്യം കായം കൂടിയ മാങ്ങാച്ചാർ പോലെയാകുമോ? ചലനാത്മകമായ നിമിഷങ്ങൾ ഇവിടെ തുടങ്ങുകയാണ്. തുടരും.